Charles Dickens has written many novels. His first novel was Pickwick Papers. The special success of Dickens was was due to his power to capture the mind of... അയ്യോ ചേട്ടാ, എനിക്ക് പരീക്ഷയാണ്. എന്റെ ബുക്കിംഗ് ഇതാ. ഒരു വർഷമായി പഠിക്കുന്നതല്ലേ, ഇപ്പൊ പഠിക്കുന്നത് എന്തിന്? അതെന്തേലും ആട്ടെ, എന്റെ ബുക്കിംഗ് ഇതാ. അമ്മ ഇതാ നോക്കൂ. ഞാൻ തോറ്റ അപ്പ പറയാം. ശരി ശരി, ഞാൻ കാരണം നീ പരീക്ഷ. ഓ, ഒരു പഠിത്തക്കാരി വന്നിരിക്കുന്നു. അമ്മേ, എന്തോ ഉണ്ട്. ആഹാ, നല്ല 1ാം ക്ലാസ് ദോശ. അയ്യേടി മോനെ, ഇതെവിടാ ഇരിക്കുന്നേ? ആ കസേരയിലോട്ട് പോയിരുന്നേ, അമ്മ ദോശ അങ്ങോട്ടോട്ട് തരാം. എനിക്ക് ഇവിടെ നിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിലോ? അയ്യയ്യേ, കഷ്ടം. ഒരു കോടീശ്വരന്റെ മകൻ ലക്ഷത്തിന്റെ കാറിൽ സഞ്ചരിക്കുന്ന ആള് ഇങ്ങനെ ഒരു കൊച്ചു വീട്ടിൽ അടുക്കളയിലൊക്കെ കയറി കഴിക്കാമോ? ഷെയിം ഷെയിം. കണ്ടില്ലേ അമ്മേ, അവളെന്നെ കളിയാക്കുന്നത്? അവള് പറഞ്ഞ് ശരിയല്ല മോനെ. ആഹാ, അമ്മയും മറിയണ്ണം ചാടിയോ? അല്ല, എവിടെ അമ്മയുടെ പുന്നാര മോൻ? ചേട്ടൻ കുളിക്കാണെന്ന് തോന്നുന്നു. ഞാൻ നേരം എത്രയാണെന്നറിയാമോ? വരുന്നതാ, കിടന്ന് ബഹളം വെക്കാതെ വേഗം ഒന്ന് ഇറങ്ങി വാടാ. കൃത്യസമയത്ത് ഓഫീസിലെത്തണ്ടേ? ആ, കൊള്ള. കൃത്യസമയത്ത് ഓഫീസിലെത്തിയില്ലെങ്കിൽ നമ്മുടെ ഓഫീസ് പൂട്ടിയത് തന്നെ. ഒരാനെ എഴുന്നള്ളിക്കാൻ ഇത്ര വിഷമമില്ല അല്ലേ ബാബുട്ട്? കറക്റ്റ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. കറക്റ്റോ? എന്തോന്ന് കറക്റ്റ്? ഓഹോ, രണ്ടുപേരും കൂടി ചേർന്ന് രാവിലെ തന്നെ വഹിക്കാൻ ശ്രമിക്കുകയാണോ? അത് മനസ്സിരിക്കട്ടെ. ബാ മക്കളെ, വന്ന് കാപ്പ് കുടിച്ചോ. അമ്മേ, എനിക്കൊരു ഗ്ലാസ് കാപ്പി മാത്രം മതി. അമ്മേ, ഇന്നലെ ഉണ്ടാക്കി പലഹാരം വേണ്ടി വെച്ച്. പിന്നെ എന്താണത്? ഉണ്ണിയപ്പം. എവിടെ എവിടെ എവിടെ? കണ്ടില്ലേ ചേട്ടാ, കൊതിയൻ. കൊണ്ടുവരൂ കൊണ്ടുവരൂ കൊണ്ടുവരൂ. അമ്മ ഉണ്ണിയപ്പം എന്ന് കേട്ടോ പിന്നെ അവൻ എല്ലാം മറക്കും. മക്കളെ, ഞാൻ 2 പ്രസവിച്ചിട്ടുള്ളൂ. എങ്കിലും എനിക്ക് 3 മക്കളുണ്ട്. കേട്ടോടാ പറഞ്ഞത്? എന്നെ എപ്പോഴും അന്യനാക്കാനാണ് ഈ അമ്മ ശ്രമിക്കുന്നത്. അയ്യോ, ഞാൻ അങ്ങനെ കരുതി പറഞ്ഞല്ല മോനെ. അമ്മ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടില്ല. പിന്നെന്താണ് അർത്ഥം? അതായത് അമ്മ 2 പ്രസവിച്ചിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ഇരട്ടയായിരുന്നു, നമ്മൾ 2 പേര്. ഓ, അങ്ങനെ. ആ, ഉണ്ണിപ്പം വേഗം നിർക്ക. ചേട്ടാ, ചേട്ടന് എന്നാ ശമ്പളം കിട്ടുക? എനിക്കോ? പിന്നെ ആർക്കാ? എനിക്കോ? ഓ, ശമ്പളം. അതിന് എത്ര തീയതി? 1-ാം തീയതി. അതുകൊണ്ടല്ലേ അവൾ ഓർമ്മിപ്പിച്ചത്. നാളെ എനിക്ക് പരീക്ഷയ്ക്ക് ഫീസ് കിട്ടണം. ചേട്ടൻ വൈകിട്ട് വരുമ്പോ അതിന്റെ കൈ കൊണ്ടുതരണം. നീ വിഷമിക്കാതിരിക്കെ. ഞാൻ വിചാരിച്ചു നീ എന്തോ വലിയ കാര്യം പറയാൻ പോകുന്നു. വൈകുന്നേരം ശമ്പളം വാങ്ങിച്ച് കൈ കൊണ്ടുവന്ന് കൊടുക്കുക. എന്താ ബാബു? ഓക്കെ. ചേട്ടൻ മറന്നു പോകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ ഒന്നും പേടിക്കണ്ട, ഞാൻ ഓർമ്മിച്ചോളാം. കമാൻ. ഈ ജയസാർ എപ്പോഴും തോൽവിയാ. നീ പോടാ അവിടെ നിന്ന്. ആ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ജയിക്കണ്ടേ സാറേ? പരമാ, നിനക്ക് ചീട്ട് കളിക്കാൻ അറിയോ? ഇല്ല. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു ഇന്നാള് ജയിച്ചു ഇന്നാള് തോറ്റു എന്ന്? ആ, അതിനെന്താ വിഷമം? കളി തീരുമ്പോ ഓരോരുത്തരും മുഖത്ത് നോക്കിയാ പോരെ. കളിക്ക് 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 കളിക്ക്. വേണ്ട, നിർത്താം. എന്ത്? പരമൻ പറഞ്ഞതിൽ അല്പം പരമാർത്ഥമില്ലേ? ആ, പരമനല്ലേ, പറയുമ്പോ സ്വല്പം പരമാർത്ഥമൊക്കെ വരും. ബാബു, നിനക്ക് വിഷമം തോന്നരുത്. എന്റെ ജീവിതം ഒരു പരാജയമല്ലേ? നീ ചിരിക്കുന്നു. ഇത്രയും വലിയൊരു തമാശ കേട്ടാൽ പിന്നെ കരയാണോ വേണ്ടത്? രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ് ചെയ്ത് വരും. ഏതോ ഓഫീസിൽ പോകുന്നുവെന്നാണ് അമ്മയും പെങ്ങളും വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് നിന്നോടൊപ്പം ചിരിച്ചും കളിച്ചും കഴിയും. അതിന് ഞാൻ നിനക്ക് ശമ്പളം തരുന്നു, നീ അത് വാങ്ങി കുടുംബം പുലർത്തുന്നു. നിനക്ക് കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? കുറ്റബോധമല്ല, ഒരു അപകർഷതാബോധം. പഠിക്കാനാണെങ്കിൽ കുറെയൊക്കെ പഠിച്ചു. നീ എന്നെ ഒരു ജോലിക്ക് പോകാൻ അനുവദിക്കുന്നുമില്ല. ഞാനുള്ളപ്പോ നീ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. ബാബു, സ്നേഹം ഒരു ബന്ധമാണ്, ഉദ്യോഗമല്ല. ഞാനൊരു വലിയ പണക്കാരന്റെ മകനാണ്, കോടിക്കണക്കിന് സമ്പത്തുണ്ട്. ഞാൻ എത്ര പണം ആവശ്യപ്പെട്ടാലും എന്റെ ഡാഡി എനിക്ക് അയച്ചു. നിന്റെ ഭാഗ്യം. ആ ഭാഗ്യവാന്റെ സുഹൃത്താണ് നീ. സുഹൃത്തെന്ന് പറയുന്നത് സൗകര്യത്തിന് വേണ്ടി മാത്രം. സഹോദരനാണെന്ന് പറഞ്ഞാലും ശരിയാവും. കാരണം നീ ഞാനാണ്, ഞാൻ നീയാണ്. നിന്നെയും നിന്റെ കുടുംബത്തിനെയും ഞാൻ സ്നേഹിക്കുന്നത് അതിന്റെ പേരിൽ. ബാബു, മേലിൽ ഈ നിലയ്ക്ക് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ
എന്ത് സംഭവിക്കുമെന്നറിയാമോ? എന്നോട് പിണങ്ങുമെന്നായിരിക്കും. എന്താണ് പറഞ്ഞത്? നിനക്ക് പിണക്കമെന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയോ? ഞാൻ നിന്നോട് പിണങ്ങ് പോ. എനിക്ക് നിന്നോടൊന്നും പറയാൻ. എന്നാൽ ഇപ്പൊ നീ എന്നോട് പിണങ്ങിയിരിക്കുന്നു.